പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സെമി ടെസർ സാരിയാണ്. ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുക. അതുപോലെ സൈഡിൽ ഒരു സ്കാലപ്പ് വർക്കും കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സൈഡ് ബോർഡർ വരിക. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത്. വളരെ സോഫ്റ്റായിട്ട് ഒതുങ്ങിക്കിടക്കുന്ന ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഈ ബോർഡറിൽ ഈ സ്കാലപ്പ് വർക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ ബ്ലാക്കിൽ ഒരു ബ്ലൂവിഷ് ഗ്രേ, പിന്നെ ഒരു വൈറ്റ്, അങ്ങനെയുള്ള ഷെയ്ഡിലാണ് ഇതിൻ്റെ ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പല്ലു വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡിലെ ഡിസൈൻ വരുന്നത്. സ്കാലപ്പ് വർക്കും അതുപോലെ ചെറിയ ഒരു കട്ട് വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ടാണ് വരുന്നത്. 2725 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. മെറൂൺ അല്ല കേട്ടോ ഇത്, പക്ഷേ നല്ലൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. രണ്ട് സൈഡിൽ ഈ ബോർഡർ വരുന്നു. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരിക. സൈഡ് ഇങ്ങനെയും വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡിസൈനുകളെല്ലാം സെയിം തന്നെയാണ്. ഇതിൽ ഈ പിസ്ത ഗ്രീനിൽ അതിനോട് കോമ്പിനേഷനായിട്ടുള്ള ഗ്രീന്, അതുപോലെ ലൈറ്റായിട്ടൊരു ഗ്രീന്, അങ്ങനെയുള്ള ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനെ കൂടുതൽ ഭംഗിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക വിത്ത് ബ്ലൗസ്. ഇതിപ്പോൾ നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഏത് കളറ് അനുയോജ്യമായ ഏത് കളറുകാർക്ക് അനുയോജ്യമായ കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒത്തിരി വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല ഇത്. 1 ലെയറായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. ചെറിയ പ്ലേറ്റഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഒത്തിരി ഓവർ വർക്കൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏത് പ്രായക്കാർക്ക് അനുയോജ്യമാണ്. പിന്നെ ഈ സ്കാലപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയണത് എന്നാന്ന് വെച്ചാൽ ചിലർക്ക് അത് കൈ കിട്ടിക്കഴിയുമ്പോൾ ഇതന്നെ ഇങ്ങനെയെന്നൊരു തോന്നൽ വരാൻ ഇടയുണ്ട്. അപ്പോൾ ചില സാരികൾക്ക് ഈ സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ തേരിൻ്റെ ഭാഗം ഇങ്ങനെയൊന്ന് വരാറുമുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2725 ആണ്. ഇതൊരു സഫയർ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ സൈഡിൽ ചെറുതായിട്ടൊരു കട്ട് വർക്കാട്ടോ. കട്ട് വർക്ക് എന്ന് പറയാൻ ആ തേര് ഇങ്ങനെ ഒരു കട്ട് വർക്കായിട്ടാണ് വന്നിട്ടുള്ളൂ. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസേൽ ഫുള്ളായിട്ടും സ്കാറ്റേഡായിട്ട് ഇതേ ഷെയ്ഡ് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. മെറ്റീരിയൽ സോഫ്റ്റായിട്ട് തന്നെ കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഈ ഭാഗത്ത് നമ്മുടെ ഈ പ്ലീറ്റ് എടുക്കുന്ന ഭാഗം വരെയും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ടും ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുമുണ്ട്. പിന്നെ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇതൊരു ചെറുപയർ പച്ച എന്ന് പറയുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് 1 ലെയറായിട്ടല്ല ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്കിനായാലും പ്രത്യേക ഒരു ഭംഗിയാണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സൈഡിൽ ഈ കട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. സെൽഫായിട്ടുള്ള ഒരു കട്ട് വർക്ക്. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. 3475 ഈ സാരി വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും വരുന്നുണ്ട്. ഒരു മജന്ത ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇതിനെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാട്ടോ വരിക. ആ എംബ്രോയ്ഡറി വർക്ക് ഒരു ഷെയ്ഡ്സ് ഇങ്ങനെയാണ് വരിക. അതിനാ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെയൊരു കട്ട് വർക്ക് സെൽഫായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്കും അങ്ങനെ തന്നെ വരുന്നു. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതുണ്ട് ഈ മെറ്റീരിയൽ പിടിക്കുമ്പം ഇങ്ങനെ ചുളുക്കുമ്പോഴും അങ്ങനെ ചുളുങ്ങുന്ന ഒരു മെറ്റീരിയലും അല്ല. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. 3475 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.
ആണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. എല്ലാ കളറുകളും ഒന്നിനൊന്നും മെച്ചാണ്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. എല്ലാ കളറുകളും ഇപ്പം ഒരുവിധം ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിൽ തന്നെ ഇതൊക്കെ വന്നിരിക്കുന്നതും. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നതും. ഇപ്പോൾ ഈ കളറിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ആർക്കെങ്കിലും ഈ കളറിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് വീഡിയോ കോളിൽ വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന കളർ ആയില്ല എങ്കിൽ ഞങ്ങളുടെ മാക്സിമത്തിൽ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുവാണെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതൊന്ന് വിളിച്ച് വീഡിയോ കോളിൽ ഡേ ലൈറ്റിൽ തന്നെ ഞങ്ങളിത് കാണിച്ചു തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും, കാണിച്ചും തരാം. വിത്ത് ബ്ലൗസാണിത്. ബ്ലൗസ് പീസിൽ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. 3475 ആണ് റേറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇതൊക്കെ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യം കേട്ടോ. നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന കളറുകളാണ് ഇതിലെല്ലാം തന്നെ. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇതുണ്ടോ സൈഡിൽ നാരോ ആയിട്ട് തന്നെ ഒരു കട്ട് വർക്കും വന്നിട്ടുണ്ട്. പല്ലു ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസ് പീസിൽ സ്കാറ്റേഡായിട്ട് ചെറുതായിട്ട് എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുണ്ട്. ഈ ഫ്ലവറിൻ്റെ അതേ കളറിൽ തന്നെ. അത്ര ട്രാൻസ്പെറൻ്റ് അല്ല, സോഫ്റ്റാണ്, വെയ്റ്റ് ലെസ്സാണ്. ഇത്രയും വർക്കുകളുണ്ടെങ്കിലും സാരി വെയ്റ്റ് ലെസ്സാണ്. അതുപോലെ രണ്ട് സൈഡിൽ ബോർഡർ വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുത്തുന്ന ഈ ഭാഗം വരെ മാത്രമേ ഈ കട്ട് വർക്ക് വരുന്നുള്ളൂ. അവിടെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയണേന്നാന്ന് വെച്ചാൽ നമ്മളതൊരു കാരണം പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും വീണ്ടും അതേക്കുറിച്ച് പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. കട്ട് വർക്കുള്ള ഏതൊരു സാരിക്കും നമ്മുടെ ഈ കട്ട് വർക്ക് വരുന്ന കാരണമാണ് അവിടെ ആ ഒരു കട്ടിങ് വരുന്നത്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3475 ആണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.